വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡ് പ്രീതി ആ മരുന്ന് കുടിക്കാനായിട്ട് വരുമ്പോഴേക്കും പെട്ടെന്ന് ആ കുപ്പി തട്ടി ദൂരേക്ക് കളയുകയാണ് ശാലിനി. എന്നിട്ട് ദേഷ്യപ്പെട്ട് പ്രീതി അടിക്കാനായി കൈ ഓങ്ങുന്നുണ്ട്. പക്ഷെ അടിക്കാതെ കൈ താഴ്ത്തിയ ശേഷം ശാലിനി പറയുകയാണ്, നീ ഈ കാണിച്ച കോപ്രായത്തിന് നിനക്കൊരെണ്ണം തരണമെന്നുണ്ട്. പക്ഷേ നിന്നെ ഞാൻ സ്നേഹിച്ചു പോയില്ലേ? അന്നേരം കരഞ്ഞുകൊണ്ട് പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് ശാലിനി എന്ന് ചോദിക്കുകയാണ് പ്രീതി. നിനക്കിപ്പോൾ 2 ജീവനും നശിപ്പിക്കണമില്ലേ? അങ്ങനെയാണെങ്കിൽ നേരത്തെ ആകാമായിരുന്നല്ലോ. ഇത്രയുമൊക്കെ കാട്ടിക്കൂട്ടിയത് എന്തിനാ? ഇതുവരെ കൊണ്ട് എത്തിച്ചത് എന്തിനാ കാര്യങ്ങൾ എന്നൊക്കെ ശാലിനി ദേഷ്യപ്പെടുന്നുണ്ട്. പക്ഷേ ശാലിനി ഇപ്പോൾ കല്യാണം നടക്കാൻ പോവുകയല്ലേ, പിന്നെ നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ ശാലിനി പറയുകയാണ്, കല്യാണമൊന്നും നടക്കാൻ പോകുന്നില്ല പ്രീതി. അന്നേരം പ്രീതി ചോദിക്കുകയാണ്, കല്യാണം ഇങ്ങനെ അടുത്തെത്തിയില്ലേ, ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയാൻ നിനക്ക് എന്താണ് തോന്നുന്നതെന്ന്. അന്നേരം എൻ്റെ മനസ്സ് പറയുന്നു കല്യാണമൊന്നും നടക്കില്ല എന്ന്. വിവാഹ മുഹൂർത്തത്തിലേക്ക് അടുക്കും തോറും ആ ഉറപ്പ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ശാലിനി ഇന്നേ വരെ ആരെയും ദ്രോഹിച്ചിട്ടില്ല, അതുകൊണ്ട് ശാലിനിക്ക് നല്ലതേ സംഭവിക്കൂ, നീ വാന്നും പറഞ്ഞ് പ്രീതിയെ വിളിക്കുകയാണ് ശാലിനി. തുടർന്ന് സത്യാമ്മ കാണാതിരുന്നാൽ പൊന്നിയെ നിർത്തി പൊരിക്കുമെന്നൊക്കെ ശാലിനി പറയുന്നുണ്ട്. അന്നേരം പൊന്നി അറിഞ്ഞോന്ന് ചോദിക്കുമ്പോൾ കത്ത് വായിച്ചത് പൊന്നിയാണ് എന്നോട് ഇതൊക്കെ പറഞ്ഞതെന്നും ശാലിനി പറയുന്നു. തുടർന്ന് നീ എങ്ങനെയാണ് ഇവിടെ എത്തിയതെന്ന് പ്രീതി ചോദിക്കുന്നുണ്ട്. അന്നേരം ശാലിനി പറയുകയാണ്, ബോളിവുഡ് സിനിമയിൽ പോലും വെല്ലുന്ന സസ്പെൻസാണ്, അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകുന്ന വഴിയെ സംസാരിക്കാം, നീ വാ, സമയമില്ല എന്നൊക്കെ ശാലിനി പറയുമ്പോൾ എന്തിനാണ് എൻ്റെ കൂടെ നടന്ന് എന്നെ എങ്ങനെ രക്ഷിക്കുന്നത് എന്നൊക്കെ പ്രീതി ചോദിക്കുന്നുണ്ട്. അന്നേരം ശാലിനി പറയുകയാണ്, അത് നീ നിൻ്റെ മനസാക്ഷിയോടാണ് ചോദിക്കേണ്ടത്. നിൻ്റെ കൂടെ വന്ന് ഞാൻ നിന്നെ രക്ഷിക്കുന്നതും അദൃശ്യമായ ഒരു ശക്തി നമ്മുടെ പിന്നിലുണ്ട് എന്നൊക്കെ പറഞ്ഞ് കുറേ തത്വങ്ങൾ പ്രീതിയോട് ശാലിനി പറയുന്നുണ്ട്. ദൈവഹിതം മാത്രമേ നടക്കുകയുള്ളൂ, ദൈവം ആരുടെയും ജീവിതത്തിൽ നേരിട്ട് ഇടപെടില്ല, പക്ഷേ ആരെയെങ്കിലും തുണയായിട്ടായിരിക്കും. ആ വിശ്വാസമാണ് വിഷ്ണുവേട്ടൻ്റെയും സുസ്മിതയുടെയും വിവാഹം നടക്കില്ല എന്നെനിക്ക് തോന്നിക്കുന്നത് എന്നൊക്കെ ശാലിനി പറയുമ്പോഴും പിന്നെയും ശാലിനിയോട് എന്തൊക്കെയോ പറയാൻ തുടങ്ങിയാണ് പ്രീതി. പക്ഷേ അതൊന്നും ശാലിനി കേൾക്കാനായിട്ട് കൂട്ടാക്കുന്നില്ല. ഇനിയൊന്നും സംസാരിച്ച് നിൽക്കാൻ സമയമില്ല, വാ പ്രീതി എന്നും പറഞ്ഞ് പ്രീതിയുടെ കൈയും ബലമായി പിടിച്ചുകൊണ്ട് പോവുകയാണ് അവിടെ നിന്നും ശാലിനി. അതേസമയം വീട്ടിൽ തൻ്റെ മകളുടെ ജീവന് വേണ്ടി ശാലിനി തൻ്റെ ജീവിതം ബലിയർപ്പിക്കുകയാണല്ലോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് രാഘവൻ നായർ. അതേസമയം പൊന്നി ജ്യൂസ് കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. കൊടുത്ത ശേഷം പൊന്നി സ്വയം ചിന്തിക്കുകയാണ്, പ്രീതി കുഞ്ഞിനെ കാണാനില്ല, ശാലിനി കുഞ്ഞാണെങ്കിൽ അന്വേഷിച്ചു പോയിരിക്കുകയാണ്, 2 പേരും ഇനി എവിടെയാണെന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് സമാധാനം പറയും എന്നൊക്കെ പൊന്നി അങ്ങ് ചിന്തിച്ച് രാഘവൻ നായരുടെ മുമ്പിൽ തന്നെ നിൽക്കുകയാണ്. അതേസമയമാണ് സത്യഭാമ ഒന്ന് പൊന്നിയോട് പ്രീതിയെപ്പറ്റി തിരക്കുന്നത്. അന്നേരം പൊന്നി ആകെ ഭയപ്പെടുന്നുണ്ട്. തുടർന്ന് രാഘവൻ നായർ പ്രീതി എവിടെയെങ്കിലും കാണുമെന്ന് പറയുന്നുണ്ട്. തുടർന്ന് ഭാമ പറയുകയാണ്, പൊന്നി അകത്തും പുറത്തുമൊക്കെ ഞാൻ അന്വേഷിച്ചു, സരളയാണെങ്കിൽ അവളെ ഫോൺ വിളിച്ചിട്ട് എടുക്കുമെന്നുമില്ല. അന്നേരം രാഘവൻ നായർ ചിന്തിക്കുന്നുണ്ട്, പ്രീതിയെ തിരക്കുമ്പോൾ പൊന്നി എന്തിനാണ് ഇത്രയും ഭയക്കുന്നതെന്ന്. അന്നേരവും ഭാമ പൊന്നിയെ കുറ്റപ്പെടുത്തുകയാണ്, ഇവൾക്ക് എന്തോ അറിയാം, അതല്ലേ ഇവൾ മിണ്ടാതെ നിൽക്കുന്നത്. കൂടാതെ ശാലിനിയും കാണാനില്ല, പറയടി എന്നും പറഞ്ഞ് വീണ്ടും പൊന്നിയുടെ നേർക്ക് തിരിയുകയാണ് ഭാമ. അന്നേരം ചുറ്റുമൊക്കെ ശ്രദ്ധിച്ചിട്ട് രാഘവൻ നായർ പറയുന്നുണ്ട്, എന്തിനാ ഭാമ ഇങ്ങനെ പോലീസ് മുറയിൽ ചോദ്യം ചെയ്യുന്നത്, അവരിവിടെ എവിടെയെങ്കിലും കാണും. അന്നേരം ഭാമ പറയുകയാണ്, 2 പേരും കൂടി എന്തോ കള്ളത്തരം കാണിച്ചിട്ടുണ്ട് രാഘവേട്ടാ. ഞാൻ കുറച്ചു മുമ്പ് ചെന്ന് നോക്കുമ്പോൾ എൻ്റെ മുറിയിൽ ഇവളും ശാലിനി കൂടി എന്തോ സ്വകാര്യം പറയുകയായിരുന്നു. പിന്നീട് പൊന്നിക്ക് നേരെ കൈ ചൂണ്ടി ഭാമ പറയുകയാണ്, ദേ അന്നം തന്ന കൈക്ക് നേരെ കൊത്താൻ നോക്കരുത്, ഈ കല്യാണം മുടക്കാനുള്ള എന്തെങ്കിലും കളിയാണെങ്കിൽ ചെവിക്കുറ്റിക്ക് അടിച്ച് ഞാൻ പുറത്താക്കും, നോക്കിക്കോന്ന് പറയുകയാണ് ഭാമ. വീണ്ടും പൊന്നിയെ ഭീഷണിപ്പെടുത്തുകയാണ് സത്യഭാമ. മര്യാദയ്ക്ക് സത്യം പറഞ്ഞു, അവരെവിടെയാണെന്ന്, കല്യാണ വീടാണെന്ന് ഞാൻ നോക്കില്ല, ഇവിടെ വെച്ച് തന്നെ ഞാൻ ശിക്ഷ വിധിക്കും എന്നൊക്കെ അങ്ങ് കത്തി കയറുകയാണ് ഭാമ പൊന്നിയോട്. അവരേതോ ടൈലറിംഗ് ഷോപ്പിലേക്ക് പോയി ബ്ലൗസ് മാച്ച് ആവുന്നില്ല എന്ന് പറഞ്ഞു എന്ന് പൊന്നി ഒരുവിധം പറഞ്ഞൊപ്പിക്കുന്നുണ്ട്. അന്നേരം ശാലിനിയും പ്രീതിയും എത്തുന്നുണ്ട്. പ്രീതി അമ്മയെന്നും വിളിച്ച് ഭാമയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. പ്രീതിയെ പിടിച്ചിട്ട് ഭാമ ചോദിക്കുന്നുണ്ട്, ഈ സമയത്ത് നിങ്ങൾ എവിടെ പോയിരുന്നതാണെന്ന്. അന്നേരം ശാലിനി പറയുന്നു, മെഡിക്കൽ ഷോപ്പിൽ പോയിരുന്നതാണ്, പ്രീതിക്ക് ചെറിയൊരു പനി പോലെയെന്ന്. അന്നേരം പൊന്നിയൊന്ന് നോക്കിയിട്ട് ഭാമ പറയുകയാണ്, ഒരു ചോദ്യത്തിന് 2 ഉത്തരങ്ങളോ? നിങ്ങൾ ടൈലറിംഗ് ഷോപ്പിലേക്ക് പോയെന്നാണല്ലോ പൊന്നി പറഞ്ഞത്. അന്നേരം പൊന്നിയെ ഒന്ന് നോക്കിയിട്ട് ശാലിനി വീണ്ടും കള്ളം പറയുകയാണ്, ടൈലറിംഗ് ഷോപ്പിലേക്ക് തന്നെയാണ് പോയത്. അന്നേരമാണ് പ്രീതിക്ക് ചെറിയൊരു പനി വന്നത്, പിന്നെ മെഡിക്കൽ ഷോപ്പിലേക്കും പോയി. അന്നേരം പ്രീതിയുടെ നെറ്റിയൊക്കെ പിടിച്ച് നോക്കുന്നുണ്ട് സത്യഭാമ. എന്നിട്ട് നിങ്ങൾ മാറ്റിയെടുക്കാൻ പോയ ബ്ലൗസ് എവിടെയെന്ന് ചോദിക്കുമ്പോൾ അത് തയ്ച്ച് കിട്ടിയില്ല എന്ന് പെട്ടെന്ന് ശാലിനി പറഞ്ഞൊപ്പിക്കുന്നുണ്ട്. അന്നേരം പ്രീതിയെ മാറ്റി നിർത്തി ശാലിനിയുടെ മുമ്പിലേക്ക് ചെന്നിട്ട് ഭാമ പറയുകയാണ്, നീ പെട്ടെന്ന് മണ്ഡപത്തിലേക്ക് വാ, വേറെ ആരില്ലെങ്കിലും അവിടെ എല്ലാത്തിനും സാക്ഷിയായി നീ ഉണ്ടാകണം. തുടർന്ന് ഭാമ പോയ ശേഷം രാഘവൻ നായർക്ക് മുഖം കൊടുക്കാതെ ശാലിനി എങ്ങും പുറത്തേക്ക് പോകുന്നുണ്ട്. വീണ്ടും പ്രീതിയോട് രാഘവൻ നായർ, മോളെ നിങ്ങൾ എങ്ങോട്ടാണ് പോയതെന്ന് ചോദിക്കുമ്പോൾ കണ്ണു നിറഞ്ഞ് ടൈലറിംഗ് ഷോപ്പിലേക്ക് തന്നെയാണ് അച്ഛാന്ന് പറഞ്ഞിട്ട് ഓടിയങ്ങ് മുകളിലേക്ക് കയറി പോവുകയാണ് പ്രീതി.
തുടർന്ന് കാണിക്കുന്നത് മുറിയിൽ ഒരുങ്ങിയിരിക്കുന്ന വിഷ്ണുവിനെയാണ്. കൂടെ ദാസനുമുണ്ട്. ഒഴിവാക്കാൻ ഒരു വഴിയുമില്ലേ ആശാനെന്ന് ദാസൻ ചോദിക്കുന്നുണ്ട്. അന്നേരം വിഷ്ണു പറയുകയാണ്, കഴിവിൻ്റെ പരമാവധി നോക്കി ശാലിനിയുടെ വാ തുറപ്പിക്കാൻ വേണ്ടി ഒരുപാട് പ്രകോപിപ്പിച്ചും ദേഷ്യം പിടിപ്പിച്ചും ഒക്കെ ഞാൻ നോക്കി. പക്ഷേ അവൾ വഴങ്ങുന്നില്ല. വാ തുറന്ന് അവൾ സത്യം പറയുന്നുമില്ല. വിഷ്ണു ദാസനോടാണ് പറയുന്നതെങ്കിലും അന്നേരവും ആ താജ്മഹലിൻ്റെ ശില്പം നോക്കി ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട് വിഷ്ണു. വിഷ്ണുവിൻ്റെ അവസ്ഥയിൽ ആകെ സങ്കടപ്പെടുകയാണ് ദാസനും. തുടർന്ന് ആ ശില്പം ചൂണ്ടിക്കാട്ടി ദാസനോട് വിഷ്ണു പറയുകയാണ്, മുൻപത് കാണുമ്പോൾ മനസ്സിനൊരു കുളിർമയായിരുന്നു, പക്ഷേ ഇപ്പോഴത് കാണുമ്പോഴോ മനസ്സിനെ എന്തോ കുത്തി നോവിക്കുന്നത് പോലെയാണ് എന്നൊക്കെ പറഞ്ഞ് വിഷ്ണു തൻ്റെ സങ്കടങ്ങൾ ദാസനോട് പറയുന്നുണ്ട്. ഒരർത്ഥത്തിൽ അന്നേ അതങ്ങ് കൈവിട്ടു പോയാൽ മതിയായിരുന്നു എങ്കിൽ ഇന്ന് ഇത്രയും സങ്കടമുണ്ടാവില്ലായിരുന്നല്ലോ. അന്ന് എനിക്ക് മാത്രമല്ലേ പ്രണയമുണ്ടായിരുന്നുള്ളൂ, പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ലല്ലോ എന്നൊക്കെ വിഷ്ണു പറയുമ്പോൾ വിഷ്ണുവിൻ്റെ കണ്ണുകളങ്ങ് നിറയുകയാണ്. അന്നായിരുന്നെങ്കിൽ അയാൾക്ക് എന്നോട് വെറുപ്പല്ലേ ഉണ്ടായിരുന്നത്. അപ്പോൾ മറ്റൊരു പെണ്ണിൻ്റെ കഴുത്തിൽ താലി കെട്ടാൻ എനിക്കൊരു പ്രയാസവും ഇല്ലായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ അയാൾക്ക് എന്നോട് പ്രണയമുണ്ട്. അത് തിരിച്ചറിഞ്ഞിട്ട് ഞാൻ എങ്ങനെയാണ് മറ്റൊരു കല്യാണത്തിന് എന്നൊക്കെ പറഞ്ഞങ്ങ് വിഷ്ണു ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട്. ശാലിനി ഒരു പാവമാണ്. അയാളുടെ ഉള്ളിൽ എന്നോടുള്ള പ്രണയം മാത്രമേ ഉള്ളൂ എന്ന് വിഷ്ണു പറയുകയാണ്. എങ്കിൽ പിന്നെ ഏട്ടത്തിയമ്മ എന്താണ് ആശാനോട് സത്യം തുറന്നു പറയാത്തതെന്ന് ദാസൻ ചോദിക്കുന്നുണ്ട്. അന്നേരം അതിന് ഒരു കാരണമുണ്ടായിരിക്കും എന്ന് പറയുകയാണ് വിഷ്ണു. അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ സത്യഭാമ വന്ന് വിഷ്ണു മുഹൂർത്തമാകാറായി താഴേക്ക് വാ എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. തുടർന്ന് കാണിക്കുന്നത് കണ്ണാടിയുടെ മുമ്പിൽ ഒരുങ്ങിയിരിക്കുന്ന സുസ്മിതയാണ്. അന്നേരം സുസ്മിതയുടെ മുഖം അങ്ങ് ദേഷ്യം കൊണ്ട് ചുവന്നിരിക്കുകയാണ്. തുടർന്ന് കൂട്ടുകാരികൾ കാരണം അന്വേഷിക്കുകയാണ്. കല്യാണമല്ലേ നിന്റെ ഏറ്റവും വലിയ ആഗ്രഹമല്ലേ സഫലമാകാൻ പോകുന്നതെന്ന് നീ പറഞ്ഞിട്ടുള്ളത്, പിന്നെന്താ നിനക്കൊരു തെളിച്ചമില്ലാത്തതെന്ന്. അന്നേരം സുസ്മിത പറയുകയാണ്, അതൊക്കെ അങ്ങനെ തന്നെയാണ്, പക്ഷേ എൻ്റെ മുഖം തെളിയണമെങ്കിൽ കെട്ട് കഴിയണം. ഞാൻ പറഞ്ഞിട്ടില്ലേ വിഷ്ണുവേട്ടൻ്റെ എക്സ് വൈഫ് ശാലിനിയെ പറ്റി, ഈ കല്യാണം മുടക്കാനായിട്ട് അവൾ എന്ത് കുതന്ത്രവും മെനയും. പിന്നെന്തിനാ അവളെ വീട്ടിൽ താമസിപ്പിച്ചിരിക്കുന്നതെന്ന് കൂട്ടുകാരിൽ ചോദിക്കുന്നുണ്ട്. അന്നേരം അത് ഭാമാൻ്റിയുടെ തീരുമാനമാണ്. പിന്നെ ഭാമാൻ്റിയുടെ മകൾ പ്രീതിയുടെ അമ്മായിയമ്മയും വന്ന് വെല്ലുവിളിച്ചിരുന്നു. അവരുടെ അറിവോടെയല്ലേ കല്യാണം നടക്കുന്നതെങ്കിൽ അവരുടെ മകന് വേറെ കല്യാണം ആലോചിക്കുമെന്നൊക്കെ പറഞ്ഞ്. ആദ്യം അതെനിക്കൊരു തലവേദനയായി തോന്നിയെങ്കിലും ഇപ്പോൾ അതെനിക്കൊരു ലഹരിയാണ് എന്നൊക്കെ സുസ്മിത കൂട്ടുകാരികളോട് പറയുന്നുണ്ട്. തുടർന്ന് തൻ്റെ പ്രതികാരവും ആഗ്രഹവും ശാലിനിയോടുള്ള ദേഷ്യവും വിഷ്ണുവേട്ടനോടുള്ള സ്നേഹവും ഒക്കെ സുസ്മിത കൂട്ടുകാരികളോട് പറയുന്നുണ്ട്. ഏതാനും നിമിഷങ്ങൾ കൂടി കഴിഞ്ഞാൽ അവരുടെ മകൻ വിഷ്ണുവും പിന്നെ ഈ സത്യഭാമയുടെ അളവറ്റ സ്വത്തുക്കളുമൊക്കെ ഈ സുസ്മിതയുടെ കൈക്കുമ്പിളിലെത്തും എന്നൊക്കെ കൂട്ടുകാരികളോട് സുസ്മിത പറയുന്നുണ്ട്. തുടർന്ന് കല്യാണം കഴിഞ്ഞാൽ ശാലിനിയെ എങ്ങനെ ആണ് നീ ഒഴിവാക്കുന്നത് എന്നൊക്കെ കൂട്ടുകാരി ചോദിക്കുന്നുണ്ട്. അതൊക്കെ ക്ലൈമാക്സ് സീനല്ലേ, ഇപ്പോഴേ പറഞ്ഞാൽ സസ്പെൻസ് പൊളിയില്ലേ, ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീൻ എന്നും സുസ്മിത പറയുകയാണ്. തുടർന്ന് കാണിക്കുന്നത് താഴേക്ക് ഇറങ്ങി വരുന്ന ശാലിനി രാഘവൻ നായർ വിളിക്കുകയാണ്. ഇനിയും സമയമുണ്ട്, സുസ്മിത പിടിമുറുക്കി കഴിഞ്ഞു, കല്യാണം നടന്നാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ. അന്നേരം പ്രീതിയും അവിടേക്ക് എത്തുന്നുണ്ട്. തുടർന്ന് ശാലിനി പറയുകയാണ്, കല്യാണമൊന്നും നടക്കില്ലച്ചാ. അന്നേരം രാഘവൻ നായർ ചോദിക്കുകയാണ്, ഇതുവരെ എത്തിയിട്ടും ഇത്രയും ആത്മവിശ്വാസത്തോടു കൂടി നീ എന്താണ് ഇതിങ്ങനെ ഉറപ്പിച്ചു പറയുന്നതെന്ന്. ശാലിനി പറയുകയാണ്, അച്ഛൻ തന്നെ പറഞ്ഞിട്ടില്ലേ നടക്കേണ്ടതാണെന്ന്. ദൈവം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കുമെന്ന്, അല്ലെങ്കിൽ പിന്നെ അത് ആര് നിശ്ചയിച്ചാലും നടക്കില്ല എന്ന്. തുടർന്ന് പ്രീതിയെയും ആശ്വസിപ്പിക്കുകയാണ്, കരച്ചിലും വീഴ്ചിലുമൊന്നും ഇവിടെ വേണ്ട, കല്യാണമൊന്നും നടക്കാൻ പോകുന്നില്ല എന്നൊക്കെ ശാലിനി രണ്ടുപേരോടും പറയുന്നുണ്ട്. തുടർന്ന് കാണിക്കുന്നത് സത്യഭാമയുടെ വീട്ടിലേക്ക് ശാരദാമ്മ വരികയാണ്. ആകെ അങ്ങ് സങ്കടപ്പെട്ടും പതുക്കെയുമാണ് ശാരദാമ്മ നടന്നു വരുന്നത്. അതേസമയം സത്യഭാമ അവിടെ വേറൊരു കൂട്ടുകാരിയുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴാണ് തലവേദന ഒന്ന് മാറിയത് എന്നൊക്കെ ഭാമ പറയുന്നു. അന്നേരം ആ കൂട്ടുകാരി പ്രമീളയും പറയുന്നുണ്ട്, മുമ്പും ഇതുപോലെ കല്യാണം നിശ്ചയിച്ചല്ലേ, അന്നൊരു പെണ്ണിനെയും കൂട്ടി വിഷ്ണുമോൻ വന്നു. വിഷ്ണുമോൻ കല്യാണം കഴിച്ച പെണ്ണ് ആരാണെന്ന് അറിഞ്ഞപ്പോൾ ഒരു ചായക്കടക്കാരിയുടെ മകൾ വന്ന ഞങ്ങളുടെ എല്ലാവരുടെയും തൊലി ഉരിഞ്ഞു പോയി എന്നൊക്കെ അങ്ങ് പറയുന്നുണ്ട് ആ പ്രമീള. തൻ്റെ നഷ്ടപ്പെട്ട അഭിമാനവും അന്തസ്സുമൊക്കെ ഈ ദിവസത്തോടു കൂടി സത്യഭാമ തിരിച്ചു പിടിക്കുകയാണെന്ന് മറുപടി പറയുകയാണ് ഭാമ. ആ സമയത്താണ് ശാരദാമ്മ അവിടേക്ക് വരുന്നത്. വിഷ്ണുവിൻ്റെയും സുസ്മിതയുടെയും ഫ്ലെക്സൊക്കെ നോക്കി ശാരദാമ്മ സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. തുടർന്ന് പ്രമീള ഭാമയോട് പറയുകയാണ്, ദേ ആരാണ് വന്നിരിക്കുന്നതെന്ന് കണ്ടോ. അന്നേരം അവിടേക്ക് രാഘവൻ നായരെയും കൊണ്ട് പ്രീതിയും എത്തുന്നുണ്ട്. ശാരദാമ്മ ഒരു സ്വീകരണം കൊടുക്കണമല്ലോ പ്രമീളെ എന്ന് പറഞ്ഞ പ്രമീളയും വിളിച്ചുകൊണ്ട് ശാരദാമ്മയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് സത്യഭാമ. ഇത്രയും ആകുമ്പോഴേക്കും നാളത്തെ പുതിയ എപ്പിസോഡ് അവസാനിക്കുന്നു. ഓക്കെ, താങ്ക് യു.